അക്കൗണ്ട്സ് ബുക്ക് ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് ഈ ആപ്പിൽ നിന്ന് കിട്ടുക എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിലുള്ള പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളിൽ ഒന്ന് ബാലൻസ് ഷീറ്റാണ്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ വരവും അതേപോലെ തന്നെ നിങ്ങളുടെ ചെലവും, ഇൻകംസ്, എക്സ്പെൻസസ്, ഇത് രണ്ടും പരിശോധിച്ചതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അത് റിപ്പോർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ യാതൊന്നും ഇല്ല. ഇൻകവും 0 ആണ്, എക്സ്പെൻസും 0 ആണ്. കാരണം നമ്മളിതിനകത്ത് യാതൊരു എൻട്രിയും നടത്തിയിട്ടില്ല. ഇനി ഇതിലെങ്ങനെയാണ് എൻട്രി നടത്തുക? വരവ് എങ്ങനെയാണ് നടത്തുക? ചെലവ് എങ്ങനെയാണ് നടത്തുക? ഏത് എൻട്രിയും നടത്തേണ്ടത് അക്കൗണ്ടുകൾ വഴിയാണ്. വരവിനും ഒരു അക്കൗണ്ട് ഉണ്ടാവണം, ചെലവിനും ഒരു അക്കൗണ്ട് ഉണ്ടാവണം. ഈ അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ കാണാം. ഇനി പുതിയതായിട്ടൊരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുകളിലെ ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ പേര് കൊടുത്ത് അത് ഏത് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് എന്ന് സെലക്ട് ചെയ്തിട്ട് വേണം. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടുകളെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിവിടെ ഗ്രൂപ്പ് ക്രിയേഷൻ എന്നുള്ള ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്യാപിറ്റൽ, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ. ഇതിൽ ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുകളാണ്. ഇൻകം, എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഗ്രൂപ്പുകളാണ്. അവ എന്താണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗ്രൂപ്പുകളെ വീണ്ടും സബ് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അസറ്റ്സിനെ കറണ്ട് അസറ്റ്സ് എന്നും ഫിക്സഡ് അസറ്റ്സ് എന്നുള്ള 2 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ആ സബ് ഗ്രൂപ്പിനെ വീണ്ടും ചിലതിനെ തിരിച്ചിട്ടുണ്ട്. കറണ്ട് അസറ്റ്സ് എന്നുള്ളതിനെ ബാങ്ക് അക്കൗണ്ട്സ് എന്നും ക്യാഷ് ഇൻ ഹാൻഡ് എന്നും സൺട്രി ഡെപ്റ്റേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള 3 സബ് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ട്സ് വീണ്ടും ഓപ്പൺ ചെയ്താൽ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഉള്ളിൽ ഒരു ബാങ്ക് അക്കൗണ്ട് കാണാം. ഇതിങ്ങനെ തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയറിൽ കണ്ടുകൊള്ളുന്നില്ല. ചിലപ്പോൾ ടെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ആയിരിക്കും. ആ അക്കൗണ്ടിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതാക്കി മാറ്റാം. അതേപോലെ ക്യാഷ് ഇൻ ഹാൻഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് കാണാം. ഇതുപോലെ ഈ ഗ്രൂപ്പിന് കീഴിലാണ് നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനെ ഉപയോഗിക്കുന്നതും. അതേപോലെ ലയബിലിറ്റിയുടെ കീഴിൽ അക്കൗണ്ട് കാണാം. അതേപോലെ ഇൻകത്തിൻ്റെ കീഴിലും വിവിധ തരം അക്കൗണ്ടുകൾ കാണാം. എക്സ്പെൻസിൻ്റെ കീഴിൽ നിങ്ങൾക്ക് പർച്ചേസ് അക്കൗണ്ട്സ്, ഡയറക്റ്റ് ഇൻകം, ഇതൊക്കെ നമുക്ക് നമ്മൾ കുറേ അക്കൗണ്ടുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തതാണ്. ചില അക്കൗണ്ടുകൾ അതിനകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ വരവ് ചെലവ് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അക്കൗണ്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ്. ഏതൊരു സ്ഥാപനമായാലും അല്ലെങ്കിൽ ഒരു വ്യക്തി ആയാലും അയാൾ കണക്ക് ആരംഭിക്കുന്ന അയാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിൽ കുറച്ച് ബാലൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ക്യാഷ് നമ്മളുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടോ അത് രേഖപ്പെടുത്താൻ ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്ന അതിൽ കൊടുക്കാം. ഓപ്പണിംഗ് നമ്മുടെ കയ്യിലുള്ള പൈസ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആ ഡെബിറ്റ് ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് 5,000 rupees ഡെബിറ്റ് ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തി. അപ്പോൾ താഴത്ത് വേറൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് 5,000 ഡെബിറ്റ്. അതായത് നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് എത്രയായിരുന്നു നമ്മളുടെ തുടങ്ങിയത്, ഏത് വെച്ചാണ് തുടങ്ങിയത്, അത് നമ്മൾ രേഖപ്പെടുത്തണം. അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ 5,000 ഡെബിറ്റ് എന്നുള്ളത് അതിന് തുല്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണിക്കണം. അതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള അക്കൗണ്ട് എഡിറ്റ് ചെയ്ത് അതിൽ അത്രയും തന്നെ തുക 5,000 ക്രെഡിറ്റ് ആയിട്ട് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് 0. ഇത് ബാങ്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്ക് എഡിറ്റ് ചെയ്ത് ബാങ്ക് ബാലൻസും അതുപോലെ തന്നെ അതൊരു അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ഡെബിറ്റ് ആയിട്ട് കാണിക്കാൻ. അത് ഇപ്പോൾ 10,000 ആണെങ്കിൽ 10,000 ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ 10,000 കൊടുക്കണം. അപ്പോഴും നമുക്ക് ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കും. അത്
നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ 5,000 ആണ് ഉള്ളത്, അപ്പോൾ 10,000 കൂടി ആഡ് ചെയ്താൽ നമ്മൾക്ക് 15,000 കൊടുക്കണം. അപ്പോൾ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് 0 ആകും. ഇതാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തത്. ഈ സമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കറണ്ട് അസറ്റ്സ് 15,000 ആണ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു, അത് ബാങ്ക് അക്കൗണ്ടിൽ 10,000, ക്യാഷ് അക്കൗണ്ടിൽ 5,000. അപ്പോൾ അതിൻ്റെ ഈക്വലായിട്ടുള്ള ലയബിലിറ്റി കാണിച്ചു തരും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ 15,000. പക്ഷേ ഈ സമയത്ത് നമ്മൾ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്താൽ ഒന്നും ഉണ്ടാവില്ല. സപ്പോസ് നമുക്കൊരു പണം വന്നു, ഉദാഹരണത്തിന് നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അത് ബാങ്ക് റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ ചേർക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വന്നതെങ്കിൽ അത് ചേർക്കുന്നത് ബാങ്ക് റെസിപ്റ്റ് എടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് റിസീവ്ഡ് ടു ബാങ്ക് അക്കൗണ്ട് SBI ഏത് അക്കൗണ്ടിൽ നിന്നാണ് റിസീവ്ഡ് ഫ്രം എന്നുള്ളതിൽ സാലറി ഇൻകം സെലക്ട് ചെയ്ത് 25,000 നമ്മൾ ആഡ് ചെയ്തു വിചാരിക്കുക. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ നരേഷൻ കൊടുക്കേണ്ടതില്ല. സേവ് ചെയ്തു. ഈ സമയത്ത് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻകം, സാലറി ഇൻകം 25,000 ആണ്, എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 25,000 കാണിക്കും. ഈ സമയത്ത് ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 25,000, കറണ്ട് അസറ്റ്സിൽ ബാങ്ക് അക്കൗണ്ടിൽ 35,000, 15,000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, 10,000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, 25,000 സാലറി ആയിട്ട് വരികയും ചെയ്തു. അങ്ങനെ 35,000 ആണ്. ക്യാഷിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തുള്ള 5,000 ഉണ്ട്. ആ സമയത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് 15,000 നെറ്റ് പ്രോഫിറ്റ് 25,000. പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം ബാലൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അതാണ് 25,000. ഇനി ഒരു എക്സ്പെൻസ് വരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തു. ക്യാഷ് പേയ്മെൻറ്റ് നിങ്ങൾ സപ്പോസ് ക്യാഷ് പേയ്മെൻറ്റ് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടെലിഫോൺ ചാർജ് കൊടുത്തു എന്ന് വിചാരിക്കുക. ടെലിഫോൺ ചാർജ് 1,500 റുപ്പീസ് ടെലിഫോൺ ചാർജ് കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസിൽ ടെലിഫോൺ ചാർജ് 1,500 കാണും. നെറ്റ് പ്രോഫിറ്റ് 25,000 എന്നുള്ളത് 23,500 ആയിട്ട് കുറഞ്ഞിരിക്കുന്നത് കാണാം. ഈ സമയത്ത് ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 23,500 ആണ്. അങ്ങനെ ടോട്ടൽ അസറ്റ് 38,500, ടോട്ടൽ ലയബിലിറ്റി 38,500. ഈ നമ്മൾ ചെയ്ത 2 വൗച്ചറാണ് ചെയ്തിട്ടുള്ളത്. ആ വൗച്ചേഴ്സ് നമുക്ക് കാണാൻ ഇതെടുത്ത് നോക്കിയാൽ മതി. ഒന്ന് ബാങ്ക് റെസിപ്റ്റ് ആയിട്ട് നമ്മൾ 25,000 ചെയ്തു, മറ്റൊന്ന് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് 15,000 ചെയ്തു. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് ചേഞ്ചാണ് വരുത്താം. 15,000 എന്നുള്ളത് മാറ്റി ഞാൻ 12,000 ഉള്ളൂ എങ്കിൽ 12,000 കൊടുക്കുന്നു. 12,000 അല്ല, 1,200. 15,000 ആയിരുന്നില്ല, 1,500. 1,200 കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് അതിന് ചേഞ്ചസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നു. 23,800 ആണ് നെറ്റ് പ്രോഫിറ്റ്. ടെലിഫോൺ ചാർജ് 1,200. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരവ് ചെലവുകൾ ഈ വരവ് ചെലവ് രേഖപ്പെടുത്തുന്നത് തന്നെയാണ് ക്യാഷ് ബുക്കിൽ നിങ്ങൾക്കത് കാണാം. ക്യാഷ് ബുക്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്ത് പിന്നീട് എടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് 15,000 ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷിൽ 5,000, SBIയിൽ 10,000. ടോട്ടൽ ഓപ്പണിംഗ് ബാലൻസ് 15,000 ആണ്. അതേപോലെ ട്രാൻസാക്ഷൻ നടന്നത് ടെലിഫോൺ ചാർജ് 1,200, സാലറി ഇൻകം 25,000. ടോട്ടൽ നെറ്റ് 23,800 ഡെബിറ്റ് ബാലൻസ് കാണും. അതിൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് 38,800 ആണ്. അത് ക്യാഷിൽ 3,800 ആണ്. SBIയിൽ ബാങ്കിൽ 35,000 ആണ്. ടോട്ടൽ ക്ലോസിംഗ് 38,800. ഇതാണ് നമ്മുടെ ക്യാഷ് ബാങ്ക് ബുക്ക്. ജോയിൻ്റ് ആയിട്ടുള്ള ക്യാഷും ബാങ്കും ചേർന്നിട്ടുള്ള ബുക്ക്. ഇപ്പം മൊത്തം വന്നിട്ടുള്ള വരവും ചെലവും ഇതിൽ
രേഖപ്പെടുത്തിയിട്ടുണ്ട്.